ഹലോ ഫ്രണ്ട്സ്, ഫ്ലൈയിങ് ഈഗിളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് എന്നത്തെയും പോലെ ഒരു യാത്ര പോവുകയാണ്. യാത്ര എന്ന് പറഞ്ഞാൽ ഒരുപാട് ദൂരെയൊന്നുമല്ല, നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെയുള്ള ഒരു ഒരു റിസോർട്ടിലോട്ട്. അത് വർക്കിംഗ് അല്ല, എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് പോയി അത് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് പോകുന്നത്. അറിയാലോ, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് വേറെ പോയി അവിടെ ചെന്ന് തങ്ങാനും ഒന്നും പറ്റത്തില്ല. അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ടുള്ള വിശേഷങ്ങൾ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാം, എൻജോയ് ചെയ്യാം. കുറേ കാലങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ വഴിയിൽ നിന്ന് ചായ കുടിക്കുക. ഈ കൊറോണ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം നമ്മൾ ഇതുവരെ പുറത്ത് പോയി ഒന്നും കഴിക്കാറില്ലായിരുന്നു. അതുപോലെ നല്ല ഒരു ചായ കിട്ടി. കാരണമാണ് നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ ഇറങ്ങിയാണ് ചായ കുടിക്കാറുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും യാത്ര തിരിക്കുന്നു. ചായ കുടിയൊക്കെ കഴിഞ്ഞു, നേരെ അങ്ങോട്ട്. ഓക്കെ. Wow. Sunset time lapse. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ റിസോർട്ടിലെത്തി. ഈ റിസോർട്ടിൻ്റെ പേര് വർക്കല ഫീറ്റ് എന്നാണ്. ഇത് തുടങ്ങിയിട്ട് ഇപ്പോൾ ജനുവരിയിലാണ് തുടങ്ങിയത്. പക്ഷേ അതപ്പോഴേക്കും നമുക്ക് കൊറോണയും ലോക്ക്ഡൗണും കാര്യങ്ങളും വന്നിട്ട് ഈ ഒരു സംരംഭം തന്നെ അവർക്ക് പൂട്ടേണ്ട ഒരു അവസ്ഥയിലോട്ട് വന്നു. എന്നിട്ട് അവർ വീണ്ടും അത് പിടിച്ച് നിന്നിട്ട് ഇപ്പോൾ ചെറുതായിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഇപ്പം ഇവിടെ എൻട്രി ഉള്ളൂ. ഇത് ഇവരുടെ എക്സിക്യൂട്ടീവ് ലോഞ്ച് എന്ന് പറയുന്ന റൂമാണ്. ഒന്ന് കണ്ടു നോക്കൂ. ഈ റൂമിൽ 4 പേർക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. ഇവിടെ 2, ഇവിടെ 2, 4 പേർക്ക് ഈ റൂം ആപ്റ്റാണ്. ഇത് നമ്മുടെ ക്ലബിലെ ഒരു മെമ്പറാണ്, പേര് ഡിനി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സംരംഭമുണ്ട്, ബ്ലൂ പൂൾ വാട്ടർ. ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല, എന്നാലും നിങ്ങൾ ഈ സാധനം നമ്മൾ ട്രിവാൻഡ്രം സിറ്റിയിൽ എല്ലായിടത്തും ഉണ്ട്. കഴിവിൻ്റെ പരമാവധി നിങ്ങൾ ഇത് തന്നെ വാങ്ങുക. കാരണം നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഇതാണ്. പിന്നെ നമുക്ക് താഴോട്ടൊന്ന് പോയിട്ട് ഇവിടെ അടുത്ത കാഴ്ചകളൊക്കെ കാണാം. ഇതിൻ്റെ ഒരു പുറമേ ഒന്നുള്ള വ്യൂവും എല്ലാം ഒന്ന് കാണാം. മൊത്തം 28 റൂമുണ്ട് ഇവിടെ. വർക്കല ഫിറ്റ് എന്ന് പറയുന്ന ഈ റിസോർട്ടിന്റെ ഓണറാണ്. പേരൊന്ന് വേണം. എൻ്റെ പേര് അശോക്.
ഇത് എത്ര മാസമായി തുടങ്ങിയിട്ട്? ഇപ്പം ഒരു 4 മാസം. 4 മാസം. ജനുവരിയിൽ ജനുവരി. അത് തുടങ്ങിയ സമയത്തായിരുന്നു ഈ പ്രശ്നം. ശരി. ഇത് ജോസഫ് ഇവിടുത്തെ മാനേജറാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മകനാണ് ഇരിക്കുന്നത്. പേര് റോഹിത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇവിടെ റിസോർട്ടിൽ വരാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഡീറ്റെയിൽ കൊടുത്തേക്കുക. നിങ്ങൾ വിളിക്കുക. മാക്സിമം കഴിവിൻ്റെ പരമാവധി ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷൻ അറിയാലോ, കൊറോണ. അപ്പോൾ അതിൻ്റെ ആ ഒരു മാനദണ്ഡങ്ങൾ പാലിച്ച് വരിക. നിങ്ങൾക്ക് ഇവിടെ പെർഫെക്റ്റായിട്ടൊരു സ്റ്റേ ഉറപ്പാണ്. അപ്പോൾ നമ്മുടെ സദേൺ ബ്രദേഴ്സ് റൈഡേഴ്സ് ക്ലബ്ബ് നിങ്ങൾക്കറിയാം, SBRC എന്ന് പറയുന്ന ഒരു റൈഡിങ് ക്ലബ്ബുണ്ട് നമുക്ക്. അത് ചാപ്റ്റർ എന്ന് പറയുന്ന ഹാർലി ഡേവിഡ്സൺ സംഘടനയായിട്ട് ബന്ധമില്ല, എന്നാലും അത് ഉൾപ്പെടുന്ന ഒരു സംഘടനയാണ് നമ്മുടെ ഈ ക്ലബ്ബ്. അപ്പോൾ ഇതിൻ്റെ 2020 വൈസ് പ്രസിഡൻ്റായിട്ട് എലക്ട് ചെയ്തത് ഹാരിസ് ഹനീഫ. ഇദ്ദേഹം സൗദിയിലാണ് ബിസിനസ് കാര്യങ്ങളെല്ലാം, ഒരു പ്രവാസിയാണ്. അപ്പോൾ നമുക്ക് വരുമ്പോൾ നമ്മളെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് ട്രിവാൻഡ്രം അല്ലെങ്കിൽ നമ്മൾ പുള്ളിയുടെ വീട് കരുനാഗപ്പള്ളി അങ്ങോട്ട് പോകാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് റൈഡുകൾ വയ്ക്കാറുണ്ട്. അപ്പോൾ നമ്മളിവിടെ ജോയിൻ ചെയ്യുന്നു. നമ്മളെല്ലാവരും വളരെ ഫണ്ണായിട്ട് റൈഡ് ചെയ്ത് പോകും. അപ്പോൾ ആ ഒരു പിന്നെ എന്താ പറയുക, ആ ഒരു എൻജോയ്മെൻറ്റ് അത് കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ റൈഡുകൾ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ഷീൽഡ് ഞാനിത് ഇതിന് കൈമാറുകയാണ് നമ്മുടെ എല്ലാ മെമ്പേഴ്സിൻ്റെയും ഒരു സാന്നിധ്യത്തിൽ. ലഞ്ച് ടൈം എല്ലാവരും ഫുഡ് കഴിക്കുകയാണ്. ഇതിപ്പോൾ ഈ ഒരു കാലഘട്ടം ആയതുകൊണ്ട് വളരെ നിയന്ത്രണം പാലിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ്. കാരണം നമുക്കൊരു പൊതിച്ചോറ് പോലെ ഒരു ഇത് അറേഞ്ച് ചെയ്ത് തന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ കഴിക്കുകയാണ്. ഉച്ച സമയമാണ്. ചിക്കൻ കറിയുണ്ട്, ഗ്രേവി, സാമ്പാർ, പുളിശ്ശേരി. അപ്പോൾ ഇനിയിപ്പം ഇത് സംസാരിച്ചുകൊണ്ടിരുന്നെങ്കിൽ എനിക്ക് കിട്ടൂല. ഞാൻ പോയി കഴിക്കാൻ പോകണേ. ഓക്കെ. നല്ല ഒരു ദിവസമായിരുന്നു. നമ്മൾ നല്ലവണ്ണം എൻജോയ് ചെയ്തു. നല്ല ഫുഡ്, അടിപൊളിയായിരുന്നു. ഓക്കെ, ബൈ, നെക്സ്റ്റ് ടൈം കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. നല്ലൊരു മീറ്റപ്പായിരുന്നു. അത് കഴിഞ്ഞു നമ്മളിതാ വീട്ടിലോട്ട് പോവുകയാണ് എല്ലാവരും. അപ്പോൾ നമ്മുടെ ഇന്ന് ഡിനിപ്പോൾ വന്നു, ബൈക്ക് കൊണ്ടാണ് വന്നത്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ നേരെ ട്രിവാൻഡ്രം. ബൈ.